ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ടൊരു ഫേസ് സെറം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലവുകളൊന്നുമില്ല. നമ്മൾ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് വൺ നമുക്ക് ആദ്യം വേണ്ടത് ഓറഞ്ചിൻ്റെ പീൽ ഓഫ്, ഓറഞ്ചിൻ്റെ തൊലി ഒരു 2-3 എണ്ണം, ഒന്നോ രണ്ടോ ഓറഞ്ചിൻ്റെ എടുത്താലും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം അത് പീൽ ഓഫ് ചെയ്തെടുക്കാം. നമ്മളിതിൽ വേറെ കെമിക്കൽസൊന്നും ഒരുപാടൊന്നും ചേർക്കാത്ത കൊണ്ട്, അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ളൊരു ഫേസ് സിറം അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നാൾ ഇത് ഇങ്ങനെ എടുത്ത് വെക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 1 വീക്കിലേക്കോ അല്ലെങ്കിൽ 2 വീക്സിലേക്കോ മാക്സിമം വേണ്ടത് മാത്രം കളക്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാം ഓറഞ്ചിൻ്റെ ഈ പീൽ ചെയ്ത ഭാഗം ശരിക്കും നന്നായിട്ട് യൂസ്ഫുള്ളാണ് നമ്മുടെ സ്കിന്നിനൊക്കെ. കാര്യം നിങ്ങൾക്കറിയാലോ, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ്. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ബാക്കിയുള്ള ആ പീൽ ചെയ്ത ഭാഗങ്ങൾ ഫുൾ എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യുക. ആദ്യം തന്നെ വെള്ളം വളരെ കുറച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, തേങ്ങയൊക്കെ അരയ്ക്കുന്ന ആ രീതിയിൽ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ വാട്ടറൊന്നും ഒഴിക്കേണ്ട. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ അതിനകത്തേക്ക് ആഡ് ചെയ്യും. കാരണം റോസ് വാട്ടറും സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിൽ നന്നായിട്ട് സ്കിൻ ടൈറ്റനായിട്ട് ഇരിക്കാനും കുറച്ച് സോഫ്റ്റ് ആവാനും ഒക്കെ റോസ് വാട്ടർ വളരെ നല്ലതാണ്. ഇനി ഇതാ ഗ്രൈൻഡ് ചെയ്തെടുത്ത ഭാഗം നമ്മൾ നന്നായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു ബാലൻസ്, ആ ലിക്വിഡ് ഫുള്ള് നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 3-4 ഓറഞ്ചിൻ്റെ ആ ഒരു സ്കിൻ ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇത്രയും ലിക്വിഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തതെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിനി ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓയിൽ, അതായത് സ്കിന്നിന് നന്നായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിലാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. ഈ 2 ഓയിലും, ഇപ്പോൾ ആൽമണ്ട് ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലാണെങ്കിലും യൂസ് ചെയ്താൽ മതി. ഒരു 2-3 സ്പൂണൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി. ഒരുപാട് വേണ്ട, എന്നാലും അത്യാവശ്യം ഒരു 2-3 സ്പൂണൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അതിന് എത്രയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് ആഡ് ചെയ്യുമ്പോഴേക്കും ഓയിലായതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഓറഞ്ചിൻ്റെ ആ ഒരു ഭാഗം, അതിന് മുകളിൽ നമ്മളിപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടല്ലോ, ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചിങ്ങനെ ബബിൾസ് ആയിട്ട് മുകളിൽ നിൽക്കുന്നുണ്ട്. അത് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അലോവേര ജെല്ല് ആണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയ നാച്ചുറലായിട്ടുള്ള അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള അലോവേര ജെല്ല് വാങ്ങിക്കാം, കുഴപ്പമില്ല. പക്ഷേ മാക്സിമം നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കി ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന അലോവേര ജെൽ എങ്ങനെയാണ് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നേരത്തെ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കുക. നമുക്കിത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആഡ് ചെയ്യാത്. അപ്പോൾ സ്പ്രേ ബോട്ടിൽ എടുക്കുമ്പോൾ ഇതുപോലത്തെ ചെറിയ സ്പ്രേ ബോട്ടിലിൽ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് അത്രയും നാൾ യൂസ് ചെയ്യാനുള്ളത് മാത്രം എടുത്ത് വെച്ചാൽ മതി. കാരണം നമ്മളൊരു നാച്ചുറലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുത്ത് യൂസ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഡെയിലി രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ ആണ്. ഏതെങ്കിലും ഒരു ടൈമിൽ ഡെയിലി ഫേസിൽ സ്പ്രേ ചെയ്താൽ മതി. 1 വീക്ക് നമ്മൾ ഇത് രാവിലെയോ അല്ലെങ്കിൽ നൈറ്റോ കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ഇത് മാത്രമല്ല, സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ഫേസിനുള്ള ഗ്ലോ, അതുപോലെ തന്നെ മുഖക്കുരും കറുത്ത പാടുകളൊക്കെ പോകുന്നുള്ളത് മാത്രമല്ല, നമുക്ക് അലർജിക് ആയിട്ടുള്ള ഇപ്പോൾ കരിമംഗല്യം പോലുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പുരട്ടിക്കഴിഞ്ഞാൽ മാറാവുന്നതാണ്.